എൻ്റെ പേര് അനു എന്നാണ്. ഇവിടെ കൃപാസനത്തിൽ എൻ്റെ അമ്മയാണ് വന്ന് ഉടമ്പടി എടുത്തത്. അമ്മയുടെ പേര് കെബീല തോമസ്. കൊല്ലം ജില്ലയിൽ നിന്ന് ഞങ്ങൾ വരുന്നു. 2018 ഓഗസ്റ്റ് മാസമാണ് അമ്മ ആദ്യമായിട്ട് ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത്. അന്ന് വന്നതെന്ന് വെച്ചാൽ അമ്മ ആ സമയം പെൻഷൻ പറ്റുകയും അമ്മയുടെ പെൻഷൻ പേപ്പേഴ്സ് കുറേ ബുദ്ധിമുട്ടുകൾ, വളരെയധികം തടസ്സങ്ങളുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ വന്ന് ഉടമ്പടിയിൽ 6 കാര്യങ്ങളും അമ്മ വയ്ക്കുകയും അതിൽ 5 കാര്യങ്ങളും അമ്മയ്ക്ക് സാധിച്ചു കിട്ടി. അതിൽ ആദ്യത്തേത് അമ്മയുടെ പെൻഷനായിരുന്നു. പിന്നെ വളരെയധികം തടസ്സങ്ങൾ കൂടി പേപ്പേഴ്സ് പോവാതിരിക്കുകയും ഒക്കെ വന്നു. ഇവിടെ വന്ന് മാതാവിൻ്റെ ഉടമ്പടി എടുക്കുകയും 1 വർഷത്തിനുള്ളിൽ തന്നെ അമ്മയ്ക്ക് എല്ലാവിധ കിട്ടാനുള്ള തുകകളെല്ലാം കിട്ടുകയും, അങ്ങനെ ഇരിക്കുമ്പോൾ അപ്രതീക്ഷിതമായിട്ട് തന്നെ അമ്മയ്ക്ക് ഗവൺമെൻറ് സർവൻറ്റ് കയറുന്നതിന് മുന്നേ ഒരു ലീവ് വേക്കൻസി ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കിട്ടുമെന്നൊന്നും അമ്മയ്ക്ക് ഒരു ഇത് ഇല്ലായിരുന്നു. പക്ഷെ അത് ഗവൺമെൻറ് ഓർഡർ വന്നു. അതായത് ലീവ് വേക്കൻസി ചെയ്ത കാലയളവും പെൻഷനിൽ കൂട്ടണം. അങ്ങനെ വരുമ്പോൾ പെൻഷൻ കാലയളവ് കൂടുകയും അതിനനുസരിച്ചിട്ടുള്ള പെൻഷൻ തുക അമ്മയ്ക്ക് ലഭിക്കുകയും ചെയ്തു. അതിനുശേഷം അമ്മയുടെ മക്കളാണ്, ഞാൻ മൂത്ത മകളാണ്. ഞങ്ങളുടെ രണ്ടുപേരുടെയും പഠനത്തിന് വേണ്ടി അമ്മ പ്രാർത്ഥിക്കുമായിരുന്നു. 2015 ഞാൻ IIT മദ്രാസിൽ PhDക്ക് ജോയിൻ ചെയ്തു. PhD കാലയളവ് വളരെ എല്ലാവർക്കും ബുദ്ധിമുട്ടാണ്. ശരിക്കും പറഞ്ഞാൽ വളരെയധികം തടസ്സങ്ങൾ മുന്നോട്ടിരിക്കുന്ന സമയത്ത് അമ്മ എനിക്ക് വേണ്ടി ഇവിടെ വന്ന് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുമായിരുന്നു. ഒരുവിധം നല്ലപോലെ നടക്കുകയും, പിന്നെ ആ സമയങ്ങളിൽ കോവിഡ് വന്നു. ആ സമയത്ത് നമുക്കറിയാം എക്സ്പെരിമെൻ്റൊക്കെ ചെയ്യുമ്പോൾ വളരെയധികം ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടു, ലോക്ക്ഡൗണും എല്ലാം. പക്ഷേ ഇവിടെ വന്ന് മാതാവിൻ്റെ അനുഗ്രഹവും ഒക്കെ ഉള്ളതുകൊണ്ട് എല്ലാം വളരെ പെട്ടെന്ന്, ഈവൻ ലോക്ക്ഡൗണിൽ പോലും ഞാൻ എൻ്റെ എക്സ്പെരിമെൻസും എല്ലാ കാര്യങ്ങളും നല്ല രീതിയിൽ തന്നെ എനിക്ക് ചെയ്യാൻ സാധിച്ചു. അങ്ങനെ 2021 ഞാനത് ഒരു ഒക്ടോബർ മാസം തന്നെ ഞാനത് എൻ്റെ തീസിസ് ഡിഫെൻഡ് ചെയ്തു. PhD കാലയളവ് വളരെ ചില സമയങ്ങളിൽ നമുക്ക് ഒന്നും കിട്ടാതെ ആവുന്ന സമയങ്ങളിൽ ഞാൻ ശരിക്കും പതറിപ്പോയിട്ടുണ്ട്. അപ്പോൾ ആ സമയത്ത് അമ്മയാണ് എന്നോട് കൂടെ ഉണ്ടായിരുന്നത്. അതുകൂടാതെ തന്നെ പിന്നെ കുറേ 4 മാസത്തോളം ഞാൻ വെറുതെ വീട്ടിലിരുന്നു. പിന്നെ എങ്ങും പ്രതീക്ഷിക്കാതെ എനിക്ക് PDF അഡ്മിഷൻ കിട്ടി. 2022 IIT ഭുവനേശ്വറിൽ എനിക്ക് PhD കഴിഞ്ഞ് പിന്നെ പോസ്റ്റ് ഡോക്കിന് എനിക്ക് അഡ്മിഷൻ കിട്ടുകയും അത് 2 കൊല്ലം നല്ലപോലെ എനിക്ക് ചെയ്യാനും നല്ല രീതിയിൽ ആ വർക്ക് കംപ്ലീറ്റ് ചെയ്യാനും എനിക്ക് സഹായിച്ചു. ആ വർക്ക് ശരിക്കും പറഞ്ഞാൽ അതൊരു വലിയ ചലഞ്ചിങ് ആയിരുന്നു. അത് കാരണം അത് കഴിഞ്ഞ് 1 മാസത്തിനുള്ളിൽ തന്നെ എനിക്ക് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി ആന്ധ്രാപ്രദേശിൽ എനിക്ക് ജോലി, താൽക്കാലികമായ ജോലിയാണ്. അത് 1 വർഷത്തേക്ക് ഒരു പ്രൊബേഷൻ പോലെ ഒരു ജോലി ലഭിക്കുകയും ചെയ്തു. അപ്പോഴും എൻ്റെ മനസ്സിലൊരു ചിന്തയുണ്ട്, ഒരു വർഷം കഴിഞ്ഞാൽ, മെയ് മാസം കഴിഞ്ഞാൽ വീണ്ടും ഏതെങ്കിലും ജോലി തേടണം. അങ്ങനെ ഇരിക്കുമ്പോൾ തന്നെ ഈ വർഷം ജനുവരി 20-ാം തീയതി എനിക്ക് ചെന്നൈയിൽ ശിവനാടാർ യൂണിവേഴ്സിറ്റി കോളേജിൽ എനിക്ക് പെർമനൻ്റ് ആയിട്ടുള്ള പൊസിഷൻ മാതാവ് തന്നു. ഇതെല്ലാം ചെയ്യുമ്പോൾ എൻ്റെ അമ്മ ഇവിടെ വന്ന് നവംബർ മാസം ഉടമ്പടി എടുത്തു. ജനുവരി മാസം എനിക്ക് സ്ഥിരമായ ജോലി ലഭിച്ചു. അതുപോലെ തന്നെ ഓഗസ്റ്റ് മാസം 2024 അമ്മ വന്ന് ഉടമ്പടി പുതുക്കിയപ്പം ഓഗസ്റ്റ് മാസം തന്നെയാണ് NIT ആന്ധ്രാപ്രദേശിൽ എനിക്ക് ജോലി ലഭിച്ചത്. അത് കഴിഞ്ഞ് പിന്നെ ജോലിയൊക്കെ ആയി. അത് കഴിഞ്ഞ് പിന്നെ എൻ്റെ കല്യാണം വളരെ നല്ല രീതിയിൽ തന്നെ ഈ വർഷം തന്നെ ഓഗസ്റ്റ് മാസം എനിക്ക് എൻ്റെ കല്യാണം നല്ല ഭംഗിയായിട്ട് നടക്കാനും സഹായിച്ചു. ഇത്രയും പഠിത്തമൊക്കെ കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി അറിയാം ഏജ് കൂടും. അപ്പോൾ 34 വയസ്സുണ്ട്. അപ്പോൾ ആ വയസ്സിൽ എനിക്കൊരു വിവാഹം നല്ല രീതിക്ക് നടക്കാൻ അമ്മ മാതാവ് എന്നെ നല്ല രീതിയിൽ സഹായിച്ചു. പിന്നെ ഒരു കാര്യം ഞാൻ എപ്പോഴും ചെയ്യാറുണ്ടെന്ന്, എല്ലാ ദിവസവും സന്ധ്യാപ്രാർത്ഥന ചൊല്ലുമായിരുന്നു. പിന്നെ അമ്മ മാതാവിൻ്റെ പ്രാർത്ഥന ഞാൻ ചൊല്ലുവാറുണ്ടായിരുന്നു. പ്രതീക്ഷിക്കേണ്ട പ്രാർത്ഥന ഞാൻ ചൊല്ലുവാറുണ്ടായിരുന്നു. പിന്നെ എൻ്റെ അമ്മയുടെ ഭക്തിയും അതെല്ലാം അതുപോലെ എനിക്ക് തരികയും ആ വിശ്വാസത്തിലാണ് ഞാൻ ഇതെല്ലാം മുന്നോട്ട് നടന്നത്.
ഇവിടെ വന്ന് ഉടമ്പടി എടുത്തതിൻ്റെ ഫലമായിട്ട് ഞങ്ങളുടെ കുടുംബത്തിൽ സന്തോഷകരമായ ജീവിതവും എല്ലാ ദിവസവും ജപമാല ചൊല്ലാനും പ്രാർത്ഥന ചൈതന്യം ഉൾക്കൊള്ളുവാനായിട്ട് മാതാവ് ഞങ്ങളെ സഹായിച്ചു. നിരവധി അനുഗ്രഹങ്ങൾ ഞങ്ങളുടെ കുടുംബത്തിൽ വിദ്യാഭ്യാസപരമായിട്ടും എല്ലാം ഞങ്ങൾ പ്രതീക്ഷിക്കുന്നതിൽ നിന്നും വളരെ ഉയർന്ന നിലയിൽ 2 മക്കൾക്കും വന്നെത്തുവാനായിട്ട് സാധിച്ചു. ഇവിടെ നിന്ന് ലഭിക്കുന്ന പത്രം, കൃപാസന പത്രം ഞാൻ ദേവാലയങ്ങളിലും സ്കൂളുകളിലും ആശുപത്രികളിലും ഞാൻ നേരിട്ട് തന്നെയാണ് ഓരോ വ്യക്തികൾക്കും വീടുകളിലും ഒക്കെ ഡിസ്ട്രിബ്യൂഷൻ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ മറ്റുള്ളവർക്ക് സഹായം എത്തിച്ചു കൊടുക്കുന്ന രീതിയിൽ എന്നാൽ കഴിയുന്ന വിധം ലഭിക്കുവാനായിട്ട് സാധിച്ചു. എഫെസോസ് 3:20 നമ്മിൽ പ്രവർത്തിക്കുന്ന ശക്തിയാൽ നാം ചോദിക്കുന്നതിലും ആഗ്രഹിക്കുന്നതിലും വളരെ കൂടുതൽ ചെയ്തു തരാൻ കഴിയുന്നു. ഫെമില തോമസ് കൊല്ലത്തിൻ്റെ കുടുംബത്തിൻ്റെ സാക്ഷ്യമാണ് നമ്മളോട് പറയുന്നത്. എനിക്ക് നിന്നോടുള്ള സ്നേഹം അനന്തമാണ്, നിന്നോടുള്ള വിശ്വസ്തത അചഞ്ചലവും. ഉടമ്പടി ജീവിതം ഇവർ മുന്നോട്ട് കൊണ്ടുപോയപ്പോൾ അമ്മ മാതാവ് ഉടനടി പരിഹരിക്കുകയാണ്. അമ്മയെ കൂട്ടുപിടിച്ച് അമ്മയോട് ചേർന്ന് നിന്ന് അമ്മയിൽ സമർപ്പിക്കുന്നതൊന്നും നഷ്ടപ്പെടുത്താതെ അമ്മ തിരികെ ഇവർക്ക് നൽകുകയാണ്. മോൾ ഒത്തിരിയേറെ വിഷമിച്ചു. ഒത്തിരിയേറെ പഠനത്തിലും ഇൻ്റർവ്യൂവിനൊക്കെ എല്ലാം പോകുമ്പോൾ മരിയ മെഡൽ, അമ്മ ഉടമ്പടി എടുത്ത മരിയ മെഡൽ കൊടുത്തു വിടുകയും ഉടമ്പടി തൈലം കൊണ്ട് കുരിശ് വരക്കുകയും ഉപ്പ് ഉപയോഗിക്കുകയൊക്കെ ചെയ്തിരുന്നതിൻ്റെ ഫലമായി ഉടമ്പടിയോട് ചേർന്ന് നിൽക്കുമ്പോൾ അമ്മ കൈവിടാതെ ആ മോളെ നല്ല നിലയിലൊരു ജോലി കൊടുത്ത് ഉയർത്തുകയാണ്. അതിനുശേഷം 34 വയസ്സായപ്പോൾ നല്ലൊരു ജീവിത പങ്കാളിയെ ആ മോൾക്ക് ലഭിക്കുകയും അവളുടെ കല്യാണം കാനായിലെ കല്യാണ വിരുന്ന് പോലെ അത്ഭുതകരമായി നല്ലൊരു കല്യാണമായി നടക്കുവാൻ സാധിച്ചു. അതിനുശേഷം അമ്മയ്ക്ക് പെൻഷൻ കിട്ടാൻ വളരെയധികം വിഷമിച്ചു. ആ സമയത്തെല്ലാം അമ്മ ഉടമ്പടി പ്രാർത്ഥനയിൽ പ്രതിഷ്ഠീകരണ പ്രാർത്ഥനയും യൂട്യൂബിലുള്ള ആരാധനയും ഡെയിലി ബ്രെഡിലുള്ള പങ്കാളിത്തവും കൂട്ടി ജപമാലയെ കൂടുതൽ ചൊല്ലി ദിവ്യബലിയിലുള്ള പങ്കാളിത്തവും കൂട്ടിയപ്പോൾ അമ്മ മാതാവ് ഇവരാഗ്രഹിക്കുന്നതിലും കൂടുതൽ കൊറോണ സമയമായതുകൊണ്ട് പെൻഷനെല്ലാം കൂടുതലായിട്ട് കിട്ടാൻ ഇടയായെന്നാണ് പറയുന്നത്. അങ്ങനെ അമ്മ ഇവരെ വളരെയധികം അനുഗ്രഹിക്കുകയാണ്. അമ്മ തൻ്റെ പുത്രൻ വഴി ഇവർക്ക് ലഭിച്ച അനുഗ്രഹങ്ങളെക്കുറിച്ചാണ് നമ്മളോട് പറയുന്നത്, സാക്ഷ്യപ്പെടുത്തിയത്. അവരുടെ കുടുംബത്തിന് 6 നിയോഗങ്ങളാണ് അവർ കൽഭരണിയിൽ വെള്ളം നിറച്ചു വെച്ചത്. അമ്മ അത് പുതിയ വീഞ്ഞാക്കി മാറ്റിക്കൊടുത്തു. ഉടമ്പടി ഉടനടി പരിഹാരമാണ്. അങ്ങനെ അമ്മ ഇവർക്ക് കൊടുത്ത എല്ലാ അനുഗ്രഹങ്ങൾക്കും കോടാനകോടി നന്ദി പറഞ്ഞ് പരിശുദ്ധ അമ്മ വഴി ഈശോയ്ക്ക് കരങ്ങളടിച്ച് നമുക്ക് നന്ദി പറയാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.